വൺ പീസ് മാസ്റ്റേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 600 രൂപ വില വരുന്ന ഒരു OP13 ബൂസ്റ്റർ പാക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൺ പീസ് തിയറി ഇങ്ങനെ അറിഞ്ഞപ്പോൾ നിങ്ങളോട് പറയാണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഡ്രാക്കുള മീഹോക്കിന് കോൺഗ്രസ് ആക്കിയില്ല. മീഹോക്ക് ഫാൻസ് ആരും ഒഫൻഡർ ആവേണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഓട സ്വയം കൺഫേം ചെയ്തതാണ്. മീഹോക്കിന്റെ വീവർ കാർഡിൽ കോൺഗ്രസ് ആക്കിയുടെ സ്പോട്ട് MT ആണ്. സോറോയുടെയും ഷാങ്സിനെയും നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഡിഫറൻസ് മനസ്സിലാകും. ലോജിക്കലി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ ചാപ്റ്റർ 715 പറയുന്നുണ്ട് ഈ പവർ പൊസസ് ചെയ്യാൻ എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കണം എന്നൊരു ചിന്തയാണ് വേണ്ടത്. അതെ, എ കിങ്സ് അംബിഷൻ. പക്ഷെ മീഹോക്ക് വളരെ ഈസി ആയിട്ടാണ് ചാപ്റ്റർ 1058 എംപറേഴ്സ് ടൈറ്റിൽ വേണ്ടെന്ന് വെച്ചത്. മീഹോക്ക് സ്വയം ക്രൊക്കഡൈലിനോട് പറയുന്നുണ്ട് തനിക്ക് അങ്ങനെ ഒരു പൊസിഷനോടും താല്പര്യമില്ല. ഈ ഓൺലി വൺസ് എ ക്വയറ്റ് ലൈഫ്. ഒരു കിങ് അല്ലെങ്കിൽ റൂളർ ആവാനുള്ള ഒരു അംബിഷൻ മീഹോക്കിനില്ല. സുപ്രീം കിങ് സ്പിരിറ്റ് അതുപോലെ തന്നെ കോൺഗ്രസ് ആക്കി പൊസസ് ചെയ്യണമെങ്കിൽ വേണ്ടുന്ന ഏറ്റവും ബേസിക് ക്രൈറ്റീരിയ ഇസ് അംബിഷൻ ടു റൂൾ. വെറും സോഡ് സ്കില്ലും ആമവൻ ഹാക്കിയും വെച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി ഈ കലക്കുന്നത്. ഇയാൾക്ക് കോൺഗ്രസ് ഹാക്കിയും ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇതുപോലത്തെ വൺ പീസ് TCG കണ്ടന്റ്സും തിയറീസും ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. ഈ പാക്ക് എന്തായാലും നമുക്ക് നോക്കാം. 5 വെൽഡേഴ്സിൻ്റെ റെയർ കാർഡ്, ഹിയോയുടെ റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് അടിപൊളി ഗോൾഡി റോജറിൻ്റെ ഒരു ഡോൺ കാർഡ്. സോ ഇന്നും നമുക്ക് റെഡ് മാംഗോ ലൂഫിനെ കിട്ടിയില്ല. ദ ഹണ്ട് കണ്ടിന്യൂസ്. എനിക്കിത് രണ്ടാമത്തെ വട്ടമാണ് ഗോൾഡി റോജറിൻ്റെ ഈ ഡോൺ കാർഡ് കിട്ടുന്നത്. ഒരു ഫുൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഡോൺ കാർഡ് കിട്ടുന്നത്. ഡോൺ കാർഡ് ഇത് നോർമൽ ടൈപ്പാണ്. ഇതിനോട് തന്നെ ഗോൾഡ് ടൈപ്പുണ്ട്. ഗോൾഡ് ടൈപ്പാണ് കുറച്ചുകൂടെ വാല്യൂബിൾ. എൻ്റെ എല്ലാ കാർഡ്സും എനിക്ക് സ്ലീവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് കുറച്ച് വാല്യൂ ഉള്ളത്. ഇതൊരു നോർമൽ ഏസിൻ്റെ ലീഡർ കാർഡാണ്, പക്ഷേ ഇതിൻ്റെ ആർട്ട് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിത് സ്ലീവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.